ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ മോഡൽ കുർത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഏത് തരം തുണിയാണ്, എത്ര മീറ്റർ ആണ് വേണ്ടത്, എത്ര രൂപയാകും, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു അറിവുണ്ടായാലേ കടയിൽ പോയിട്ട് തുണി വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റ് ആണ്. അതായത് നമ്മൾ നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന തുണി. ഈ ഒരു തുണി വരുമ്പോൾ നമുക്കിതിന് 3 മീറ്റർ ഉണ്ടാവും കേട്ടോ. ഈ 3 മീറ്ററിന് കൂടി ചിലപ്പോ 140, ഇല്ലെങ്കിൽ 150, ഇല്ലെങ്കിൽ 160, ഇങ്ങനെ പല റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. 1 മീറ്ററിനല്ല, 3 മീറ്ററിന് കൂടിയിട്ടായിരിക്കും ഈ തുണിയിൽ വില വരുന്നത്. നമുക്കിതിൽ 3/4 സ്ലീവിനൊക്കെ ഉള്ള തുണി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കാം. അതായത് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് വേണമെങ്കിൽ വാങ്ങിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പൈസ കൂടുതലായിട്ട് വേണ്ടി വരും. കാരണം എത്രയൊക്കെ നമ്മൾ ലാഭിച്ച് നോക്കാൻ കട്ട് ചെയ്താലും ഒരു 2.5 മീറ്ററൊക്കെ നമുക്ക് വേണ്ടി വരും. ചിലപ്പോൾ മീറ്ററിന് 80 രൂപയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും നൈറ്റി ബിറ്റിന്റെ ആ ഒരു പൈസ ആയിരിക്കില്ല വരുന്നത്. എങ്ങനെ വന്നാലും ഒരു 300 രൂപയൊക്കെ ആകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നൈറ്റി ബിറ്റോ റണ്ണിങ് മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. റണ്ണിങ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ 2.5 മീറ്റർ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു തുണിയാണ് കേട്ടോ. ഇതിലിപ്പോ ഫുള്ളായിട്ട് ഒരേ പ്രിന്റ് തന്നെ എല്ലാ ഭാഗത്തും വന്നിരിക്കുകയാണ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ചില തുണിയിൽ ഡിസൈൻ ചിലപ്പോൾ ഒരു ഫ്ലവർ വൈസ് ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ പ്രിന്റ് ആവുന്നുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഫസ്റ്റ് തുണി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഉൾവശം കേട്ടോ. എന്നിട്ട് ഇതില് നീളവും വീതിയൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. താഴത്തേക്കുള്ളതാണ് നീളം, അതെല്ലാവർക്കും അറിയാം. 3 മീറ്ററോളം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ 290 ചില തുണിയിൽ കാണത്തുള്ളൂ. വീതി കുറച്ച് കുറവായിരിക്കും കേട്ടോ, കണ്ടില്ലേ. പക്ഷെ നമുക്ക് ഒരു എലൈൻ കുർത്തിക്കൊക്കെ ഈ ഒരു വീതി മതി. ഇനി ഇത് നേരെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പാർട്ട് മടക്കെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി അറ്റം വരെ നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. തുണി ഒന്ന് രണ്ടായിട്ട് ഇവിടം വരെ ഞാൻ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ലെങ്ത് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് 40 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുള്ളൂ. എല്ലാ കുർത്തി തയ്ക്കുമ്പോഴും 44 നല്ല ലെങ്ത് എടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മോഡലിന് നമുക്ക് നമ്മുടെ മുട്ട് വരെ ലെങ്ത് മതി, എന്നാലേ കാണാൻ വേണ്ടി ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ജീൻസിനെ കൂടെയോ ലെഗിൻസിനെ കൂടെയോ ഇനിയിപ്പോ അടിയിൽ ചെറിയൊരു അണ്ടർസ്കേർട്ട് ഇടുവാണെങ്കിൽ പാന്റ് ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോ വേണ്ട ലെങ്ത് 40 ഇഞ്ച്. ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് ലെങ്ത്തിനെ പറ്റിയിട്ട്. ചില മോഡൽ നമ്മൾ തയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് വെച്ചാലേ കാണാൻ ഭംഗി ഉണ്ടാവത്തുള്ളൂ. പക്ഷെ വേറെ ചില മോഡലിൽ അധികം ലെങ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 40 ഇഞ്ച്, അതിനെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 41.5 ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി മടക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം തുണി ഇങ്ങനെ ഒന്ന് മടക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. കുറച്ച് തുണി നമുക്ക് ബാലൻസ് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ 2 ലെവല് കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിച്ച് ഇവിടെ വരെ ഇങ്ങനെ കൊണ്ടുവരിക. നമുക്ക് ഇത്രയും മതി, ലെങ്ത് ഇത്രയും മതി. ഇത് ബാക്കിയുള്ള കട്ട് പീസാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് 3/4 ഫുൾ സ്ലീവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ബാക്കി ഉണ്ടാവുമെന്ന്. ഇത് സ്ലീവിന് എടുക്കാം. അപ്പൊ ഞാൻ 3/4 സ്ലീവ് ഉപയോഗിക്കാത്ത കൊണ്ട് ചെറിയ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിത് എന്തെങ്കിലും യോക്കിനോ ഇല്ലെങ്കിൽ മോൾക്കൊരു പ്ലാസോ പാന്റ് അല്ല, അതായത് ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള പാന്റ് ഇല്ലേ, അതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. തുണി കറക്റ്റ് ആയിട്ട് നമ്മൾ മടക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ 2 ഓപ്പൺ സൈഡ് തുണിക്ക് ഉണ്ടാവണം. ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് 4 ഓപ്പൺ സൈഡ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4 കണ്ടോ, 4 ഓപ്പൺ സൈഡ് തുണിക്ക്. ഇതാണ് ഷോൾഡറിന്റെ ഭാഗം. ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിങ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒറ്റ ഒരു പീസായിട്ടായിരിക്കണം കിട്ടേണ്ടത്. ഇനി ബാക്കിയുള്ള എല്ലാ അളവും മാർക്ക് ചെയ്യാം. ആദ്യമേ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച്. വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടാണ് നല്ല വശത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പോൾ ഉൾവശത്ത് മാർക്ക് ചെയ്താൽ മതി. നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. എന്നിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അടുത്തത് നമ്മൾ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലൈൻ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം കേട്ടോ. എന്റെ ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. ആദ്യമേ അതിന്റെ കാൽഭാഗം 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് തൊട്ടിപ്പുറേ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതിപ്പോൾ 40 ചെസ്റ്റ് അളവെങ്കിൽ
40ന്റെ കാൽഭാഗത്ത് എത്ര വരും? 10 വരും. 10 മാർക്ക് ചെയ്തിട്ട് തൊട്ടിപ്പുറം 2 ഇഞ്ച് കൊടുത്തിട്ട് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണോ നമ്മുടെ കറക്റ്റ് അളവ് അതിനെ കൂടെ 2 ഇഞ്ച് മസ്റ്റ് ആയിട്ട് സീം അലവൻസ് കൊടുക്കണം. ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കർവ് ഷേപ്പിൽ അങ്ങോട്ട് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരെ ഒരു മാർക്കിങ്ങും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഇന്ന് നല്ല ലൂസ് ആയിട്ടാണ്. സാധാരണ നമ്മൾ ഇവിടെ കഴിയുമ്പോൾ നേരെ നമ്മൾ എന്താ ചെയ്യുക, വേസ്റ്റ് മാർക്ക് ചെയ്യും, അതിനുശേഷം ഹിപ്പൊക്കെ മാർക്ക് ചെയ്യും അല്ലേ. പക്ഷെ ഇതില് അതൊന്നുമില്ല. നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് വെച്ചിട്ട് നേരെ അങ്ങോട്ട് അളന്ന് പോവാം. ഇപ്പോൾ തിരക്ക് പിടിച്ച് ജോലി സ്ഥലത്തേക്കോ ഇല്ലെങ്കിൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്ക് നമ്മൾ പോകുമ്പോഴാണെങ്കിലും ഓരോ കുർത്തിയും നല്ല ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമുക്കത് ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ ഒരു മോഡൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ധൃതിയൊക്കെ പിടിച്ച് പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പക്ഷെ നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ടേപ്പ് വെച്ചിട്ട് ഇതിന്റെ അറ്റം പിടിച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരെ ഇതേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഈ ഒരു ഭാഗമൊക്കെ നല്ല ലൂസായിട്ട് വേണം. ഒരിക്കലും നമ്മൾ വേസ്റ്റ് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നേരെ ഇങ്ങനെ അങ്ങോട്ട് അറ്റത്തേക്ക് പോയാൽ മതി. ഇനി അടുത്ത മാർക്കിംഗ് എന്ന് പറയുന്നത് താഴെ വശം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. എന്നാലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വശം കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിന്റെ ഭാഗത്തു നിന്നൊക്കെ കട്ട് ചെയ്യും. സ്ലിറ്റ് ഇല്ല, അതുപോലെ ഷേപ്പില്ല, ഒരു സംഭവം ഇല്ല. എന്നാൽ കാണാനോ നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കും ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നെക്കിന്റെ കട്ടിംഗ് ആണ്. ആദ്യം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് നെക്ക് കട്ട് ചെയ്യും. നെക്ക് വീതിയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 3 ഇഞ്ചാണ് നെക്ക് വീതി. ഇനി ബാക്ക് നെക്ക് 3 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച്. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി വരക്കാം. ഞാൻ ഫ്രണ്ടില് വി നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു നെക്ക്. ഈ ഒരു മോഡലിൽ വി നെക്ക് നല്ലതായിട്ട് ചേരും. ഇനി നമ്മൾ അടുത്തത് ബാക്ക് നെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും, രണ്ടും വെച്ചിട്ട് കട്ട് ചെയ്ത് പോകും. പക്ഷെ ഇതങ്ങനെ പറ്റത്തില്ല, ഞാനത് വിട്ടുപോയി. ആദ്യമേ ഞാൻ ഈ വി ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യും. ഫസ്റ്റ് വി ചെയ്യാം. കാര്യം ബാക്ക് നെക്ക് നമ്മൾ രണ്ടും കൂടി കുഞ്ഞു നെക്ക് നമ്മൾ ഒരുമിച്ച് വെച്ച് ചെയ്യത്തില്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം കട്ടായി പോകും. വി നെക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ വരുന്നത്. അതുകൊണ്ടിട്ടാണ് വെവ്വേറെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടില് ഇതുപോലെ വി ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇനി നമുക്ക് നേരെ ബാക്ക് വേറെ എടുത്ത് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ വീഡിയോയും നമ്മൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ഇതിനങ്ങനെ പറ്റില്ല കേട്ടോ. 2 നെക്കും വെവ്വേറെ ആയിട്ട് ചെയ്യാം. 3 ഇഞ്ച് ലെങ്ത്, 3 ഇഞ്ച് വീതി. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു നെക്ക് അതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരെ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. നെക്കിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, മാറ്റി വെക്കാം. സ്ലീവ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 4 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ണം മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നേരെ താഴേക്ക് 3 ഇഞ്ച് ആം ഹോൾ ലെങ്ത് കുഴിച്ചിട്ട് താഴത്തെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ട് നേരെ ഇതിങ്ങനെ ഇങ്ങനെയൊന്ന് സ്ലീവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നേരെ സ്ലീവിന്റെ സെന്റർ കട്ട് ചെയ്യാം. ഇനി കുറച്ച് ക്രോസ് പീസ്, 2 കഷ്ണം ക്രോസ് പീസ് മതി. ഫ്രണ്ട് നെക്ക് നമുക്ക് ക്രോസ് പീസ് കൊണ്ട് ചെയ്യണ്ട. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു കുഞ്ഞു കഷ്ണം തുണിയാണേ, അതിൽ നിന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് ഫസ്റ്റ് ഒരു കഷ്ണം, അതിനുശേഷം ഒരു കഷ്ണം കൂടെ വേണം. ഇതിങ്ങനെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തു നിന്നും കൂടെ മതി. ചെറിയ നെക്കല്ലേ നമ്മൾ ബാക്കിൽ ചെയ്യുന്നുള്ളൂ, അപ്പോൾ ഇത് തന്നെ ധാരാളം. അപ്പോൾ നമുക്ക് ആദ്യമേ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഒരു കഷ്ണം തുണി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശവും ഈ ഒരു നല്ല വശവും വെച്ചിട്ട് വി നെക്ക് ആദ്യമേ ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കണം. 4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. തയ്ച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എഡ്ജിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാര്യം ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി. യു നെക്ക് ആണെങ്കിലാണ് 2 ഇഞ്ച് ഇടവിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നേരെ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് 1 ഇഞ്ചിൽ വെച്ചിട്ട് ഇതും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. നമുക്കിത് ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്.
ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പതിച്ചടിക്കണം. ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് പതിച്ചടിക്കാം. അടിച്ചിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് വീനെക്ക് ഒന്ന് തയ്ക്കാം. നല്ല വശം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി അങ്ങോട്ട് ഇപ്പൊ തന്നെ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഹെമ്മിങ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയാണോ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഒന്നും കൂടെ അടിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വീനൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇങ്ങനെയായിരിക്കും തുണി ഇരിക്കുക. അപ്പോൾ അതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീനൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 തവണയായിട്ട് ഇങ്ങനെയൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെമ്മിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ബാക്ക് നെക്ക് ചെയ്തിട്ട് ഷോൾഡർ കൂട്ടിയടിക്കണം. ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം. ക്രോസ് പീസിൽ ഒന്ന് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഷോൾഡർ ആണ് തയ്ച്ചു കൊടുക്കുന്നത്. രണ്ട് തവണയായിട്ട് ഷോൾഡർ ഒന്ന് തയ്ക്കാം. അതേപോലെ തന്നെ ഈ ഭാഗവും. അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ ഈ ഭാഗത്ത് ഇതിങ്ങനെ വെച്ചിട്ട് മീതേക്ക് ക്രോസ് പീസ് ഇട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ക്രോസ് പീസിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് തയ്ക്കണം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ബാക്ക് നെക്ക് നമുക്കൊന്ന് തയ്ച്ച് എടുക്കാം. ഇതേ ബാക്ക് നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്ലീവും കൂടെ ഒന്ന് വെക്കാം. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് ആയിക്കല്ലേ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. ഇതിപ്പോൾ സാധാരണ ഒരു കുർത്തിയാണല്ലോ. ഇതിലിപ്പോൾ എന്താ ഇത്ര മുലമുറിക്കാന്നൊക്കെ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യണം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഞാനിനി സ്ലീവൊക്കെ ഒന്ന് വെച്ചെടുക്കട്ടെ. 2 സ്ലീവും ഇങ്ങനെ വെച്ചിട്ട് ഇനി സൈഡും കൂട്ടുക, താഴെ അടിക്കുക. ഞാൻ അത്രയും ചെയ്തിട്ട് കാണിച്ചു തരാം. സ്ലീവ് 2 വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഈ സൈഡും കൂടി അടിക്കണമെന്ന് കാണിച്ചു തരാം. കാര്യം നിങ്ങൾ ചിലപ്പോൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തോട്ടൊക്കെ കയറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മോഡൽ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ സ്ലീവിനൊക്കെ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അത് കണക്കാക്കി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഒന്ന് കെട്ടിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ ഈ 2 അളവും ഒരുമിച്ച് വെക്കുക. ഈ 2 തുണിയും മുന്നിലേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ വരെ ഒന്ന് അടിച്ചു നിർത്തുക. ഇവിടെയും 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴത്തേക്ക് വരുമ്പോണ്ടല്ലോ 2 ഇഞ്ചിലൊന്നും അടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ അടിച്ചങ്ങോട്ട് എടുത്താൽ മതി. ഒരു 3/4 ഇഞ്ച് വീതി വെച്ചിട്ട് അങ്ങോട്ട് 2 സൈഡും ഒന്ന് കൂട്ടി തയ്ച്ചങ്ങോട്ട് എടുക്കണം. നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. നെക്ക് 2ഉം ചെയ്തിട്ടുണ്ട്, സ്ലീവ് അടിച്ചിട്ടുണ്ട്, താഴേക്കൊക്കെ നമ്മൾ ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ഇന്നത്തെ മോഡൽ എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഇതിന്റെ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് ഒരു 14 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വീതി വേണം. അതെടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു സ്റ്റിച്ചിന്റെ കറക്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ. സെയിം അതേപോലെ തന്നെ. ചിലപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വീതി കുറഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക് ആണ്. അതായത് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിന്റെ ഒക്കെ എടുക്കാം. പക്ഷെ മാസ്കിന് വെക്കുന്നത് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് അത് വേണ്ട കേട്ടോ. ഇത്രയെങ്കിലും വീതിയുള്ള ഒരു ഇലാസ്റ്റിക് ആണ് നമുക്ക് വേണ്ടത്. ഈ ഇലാസ്റ്റിക് ഇവിടെ വെക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്കൊന്ന് ചാടിച്ച് ഇട്ട് കൊടുക്കാം. സെയിം ഈ ഭാഗം വരുമ്പോഴും പുറത്തേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടം വരെയാണ് വീതി വരുന്നത്. ഇത്രയും ഭാഗം വരെയാണ് വീതി വരുന്നത്. ഇവിടം വരെയുള്ള ഒരു ഇലാസ്റ്റിക് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരു കുർത്തി ചെയ്യുമ്പോൾ നമ്മൾ തുണിയിലാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഒരു ഇലാസ്റ്റിക് നൈറ്റി ആയിക്കോളട്ടെ അല്ലെങ്കിൽ കുർത്തി ആയിക്കോളട്ടെ, നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിലൊക്കെ തയ്ച്ചു വെക്കും. നമ്മൾ ഇന്ന് അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ബെൽറ്റ് പോലെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു കുർത്തി ഡമ്മിയിലേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഇടുമ്പോണ്ടല്ലോ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കാര്യം ഷേപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതുപോലെ ഇങ്ങനെ ഒഴുക്കനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് ആ ഇലാസ്റ്റിക് തയ്ക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ പറ്റുന്നവര് വീനെക്ക് ചെയ്യാം കേട്ടോ. നല്ല ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതുപോലെ തന്നെ ഇറക്കം അധികം വെക്കേണ്ട, മുട്ട് വരെ വെച്ചാൽ മതി. നമുക്കിനി ഇലാസ്റ്റിക് വെച്ചെടുക്കാം കേട്ടോ. ഒരു ബെൽറ്റ് പോലെയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയുടെ കൂടെ അല്ല വേറെ ഏത് മോഡൽ ഡ്രസ്സ് ഇടുമ്പോഴും നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെൽറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ തുണി എടുക്കുമ്പോൾ ഈ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിന്റെ നേരെ ഇരട്ടിയായിട്ട് വേണം തുണി എടുക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് കൂടുതൽ സീം അലവൻസും വെച്ചോ കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പൊ നമുക്കതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ച് എടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ ഇതിന്റെ വീതി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഉള്ളില് 1/4 ഇഞ്ച് ഇവിടെയും കൊടുക്കുക, 1/4 ഇഞ്ച് ഇപ്പുറയും കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇലാസ്റ്റിക് കയറത്തില്ല. അപ്പൊ
ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടി. ഒരിക്കലും പറ്റ വെച്ച് ഇലാസ്റ്റിക് തയ്ക്കരുത്, കടത്താൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീതി വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാം. ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് നടുക്ക് വെച്ചോ കേട്ടോ. അപ്പോൾ ഇത് നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കടത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇലാസ്റ്റിക് കടത്തി കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഇലാസ്റ്റിക് തമ്മിൽ ഒന്ന് കെട്ടിട്ട് തയ്ക്കാം. എന്നിട്ട് ഈ 2 തുണിയും ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഇലാസ്റ്റിക്കിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തുണി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നോക്കി നമുക്ക് നല്ല വീതിയുള്ള ഒരു ബെൽറ്റ് പോലെ നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ തയ്ച്ച ഈ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷേപ്പ് എവിടെയാണോ വരുന്നത് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുർത്തിയിലുണ്ടല്ലോ ചെറിയ ഞൊറിവുകൾ ഇങ്ങനെ അങ്ങോട്ട് വന്നേക്കും. നമുക്കത് ഇട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മീതിയേക്ക് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ ആ ഒരു ഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഞാനിപ്പോൾ ഇതിന്റെ പകുതി വരെ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ലതുപോലെ ഫിറ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കും ചേരുന്ന നല്ലൊരു മോഡലാണ്. നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വയറൊക്കെ ചെറുതായിട്ട് വീർക്കത്തില്ലേ, അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇറക്കിയോ മേളിലേക്ക് കുറച്ച് കയറ്റിയോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഈ ഒരു ഡ്രസ്സ് ഇടാനും വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഇടാനും പറ്റും, പെട്ടെന്ന് ഊരിയൊക്കെ മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു മോഡലും കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോയിൽ കാണാം.